നമസ്കാരം, സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പുരാണ ശ്രവണം ജരാനരകളെ കൂടി ഇല്ലാതാക്കുന്നു എന്ന തത്വം വെളിപ്പെടുത്തുന്ന കഥയാണ് ഭക്തി എന്ന ദേവിയുടേത്. ദ്രാവിഡ ദേശത്ത് ജനിച്ച ഒരു ദേവിയായിരുന്നു ഭക്തി. ഭക്തിക്ക് ജ്ഞാനമെന്നും വൈരാഗ്യമെന്നും പേരായ 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരിക്കൽ ഭക്തിയും പുത്രന്മാരും കൂടി വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു. ഏറെക്കാലത്തെ സഞ്ചാരത്തിനിടയിൽ ഭക്തിക്കും പുത്രന്മാർക്കും വാർദ്ധക്യം പിടിപെട്ടു. എന്നാൽ വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഭക്തിയുടെ വാർദ്ധക്യം അപ്രത്യക്ഷമായി. തന്റെ പുത്രന്മാരുടെ വാർദ്ധക്യം കൂടി ഇല്ലാതാക്കി തരണമെന്ന് ഭക്തി അവിടെ ഉണ്ടായിരുന്ന മുനിമാരോട് അഭ്യർത്ഥിച്ചു. ഇത് കേട്ട് മുനിമാർ ഭാഗവതം വായിച്ചു കേൾപ്പിച്ചു. ഭാഗവതം കേട്ടപാടെ ഭക്തിയുടെ പുത്രന്മാർക്കും യൗവനം തിരിച്ചു കിട്ടി. നാമസ്മരണം ജീവിതത്തെ ശോഭനമാക്കി മാറ്റുന്നുവെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. മാതാമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഘ്നഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണം ഞങ്ങൾക്കേകിടേണം ശരണമയ്യപ്പ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണം ഞങ്ങൾക്കേകിടേണം ശരണമയ്യപ്പ. സാധുരക്ഷ ചെയ്തിടുന്ന ഹരിഹരസൂനോ ശബരികേശ്വര സ്വാമി ശരണമയ്യപ്പ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണം ഞങ്ങൾക്കേകിടേണം ശരണമയ്യപ്പ. ധർമ്മരക്ഷകാ സ്വാമി ധർമ്മവിഗ്രഹ, ശബരിമാമല തന്നിൽ മേവും ഹരിഹരസുതനേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണം ഞങ്ങൾക്കേകിടേണം ശരണമയ്യപ്പ. ധർമ്മബോധം ചേർത്തിവരെ കാത്തിടേണമേ മോഹനാശക സ്വാമി ജ്ഞാനദായക. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണം ഞങ്ങൾക്കേകിടേണം ശരണമയ്യപ്പ. ലോകനായക സ്വാമി ദീനരക്ഷക, ശിഷ്ടരക്ഷ ചെയ്തു നിത്യം വാണിടും ദേവാ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണം ഞങ്ങൾക്കേകിടേണം ശരണമയ്യപ്പ. ദുഷ്ടരെയും ശിഷ്ടരാക്കി കാത്തുകൊള്ളണേ കഷ്ടവാരക സ്വാമി തുഷ്ടി